ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അത് കൃത്യമായി വെള്ളിയാഴ്ച ഓഗസ്റ്റ് 15 തന്നെ ആകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യൽ ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് അനിവാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം തികയുകയാണ്. 78ാം വാർഷികമാണ്. 79ാം വർഷം പൂർത്തിയാവുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ വെസ്റ്റ് മുടിക്കൽ ജമാഅത്തും ഹിദായത്തുൽ മുസ്ലിം മദ്രസയും സംയുക്തമായി ചേർന്നുകൊണ്ട് പതാക ഉയർത്തി. മദ്രസയിലെ കുട്ടികൾ, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, PTA കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി തുടങ്ങിയ നേതൃത്വത്തിൻ്റെ കീഴിൽ അവിടെ പതാക ഉയർത്തി അൽഹംദുലില്ലാഹ് മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്തു. ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചെറിയ കാര്യങ്ങൾ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നാം എല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മുടെ മക്കളും ഇന്ത്യക്കാരാണ്. നമ്മുടെ മുൻഗാമികളും ഇന്ത്യക്കാരാണ്. ഇന്ത്യ മഹാരാജ്യം നമ്മുടെ രാജ്യമാണ്. അങ്ങനെ അഭിമാനത്തോടുകൂടി തന്നെ പറയണം ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് തന്നെ. കാരണം ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പങ്കുകളിൽ ഏറ്റവും വിലമതിച്ച പങ്ക് അത് മുസ്ലിമീങ്ങളാണ്. ഇന്ത്യയുടെ കവാടത്തിന്റെ മുമ്പിൽ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാരഥന്മാരും മഹതികളുടെയും പേര് ഉല്ലേഖനം ചെയ്യപ്പെടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നാമങ്ങൾ വന്നിരിക്കുന്നത് മുസ്ലിം നാമധാരികളുടേതാണ്. അത് വെറും നാമം മാത്രമല്ല, തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട, പഠിക്കപ്പെടേണ്ട ഓരോ ചരിത്ര സംഭവങ്ങൾ അതിൻ്റെ പിന്നിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഖേദകരവും വേദനാജനകവും എന്ന് പറയട്ടെ, വർത്തമാന കാലഘട്ടത്തിന്റെ ഇന്ത്യയും അതിൻ്റെ ഭരണകൂടവും എവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ, എവിടെയെല്ലാം മുസ്ലിമീങ്ങളുടെ അടയാളങ്ങളുണ്ടോ, ആ അടയാളങ്ങളെപ്പോലും വേരോടെ പിഴുതെറിയാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സംഘപരിവാര ശക്തികളാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ എന്ന് പറയാതിരിക്കാനും നിർവാഹമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടെ, വളരെ ഹൃദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഉറക്കെ പറയേണ്ടതുണ്ട്. ഞാൻ ഇന്ത്യക്കാരനാണ്. ഞാൻ പാകിസ്ഥാനിലോട്ട് പോകേണ്ടവനല്ല. ഞാൻ സൗദി അറേബ്യയിൽ പോയി മക്കയിലും മദീനയിലും താമസിക്കേണ്ടവനുമല്ല. ഞാൻ ജന്മം കൊണ്ട രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയാണ് എൻ്റെ രാജ്യം. അഭിമാനത്തോടുകൂടിയും അതിലുപരി ഏറ്റവും വലിയ ആത്മാഭിമാനത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ നിന്നുകൊണ്ട് പറയണം, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇന്ത്യയെ വിട്ടുപിരിച്ച് ഇന്ത്യ പാകിസ്ഥാനാക്കി വിഭജിച്ച സാക്ഷാൽ സവർക്കറിന്റെ അടിമകളായി, സാക്ഷാൽ സവർക്കറിന്റെ പിൻഗാമികളായി വർത്തമാന കാലഘട്ടത്തിന്റെ സംഘപരിവാര ശക്തികൾ മുസ്ലിമീങ്ങൾ ഇന്ത്യക്കാരല്ല എന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്ന് പറയുമ്പോൾ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെമ്പൽ കൊള്ളുന്ന ഈ സംഘപരിവാര ശക്തികൾ ഒരാളെപ്പോലും സ്വാതന്ത്ര്യദിന സമരത്തിന്റെ അന്ന് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഒരവകാശവുമില്ലാത്ത, ഇന്ത്യക്കാരനാണെന്ന് പറയാൻ ഒരു അർഹതയുമില്ലാത്ത ചില ആളുകൾ വന്നിട്ട് മുസ്ലിമീങ്ങൾ ആസാമിലും ബീഹാറിലും ഗുജറാത്തിലും ഉത്തർപ്രദേശും പോലുള്ള സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് പാവങ്ങളായ ന്യൂനപക്ഷക്കാരായ പാവങ്ങളായ ആളുകളുടെ വീടുകൾ തച്ചു തകർത്ത് പള്ളികളും ദർഗകളും തട്ടിത്തകർക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ മണ്ണാണ്. ഈ നമ്മുടെ മണ്ണിൽ നാട്ടിയോടിക്കാൻ വരുമ്പോൾ അതിന്റെ നേരെ എഴുന്നേറ്റ് നിൽക്കൽ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് എൻ്റെ നിങ്ങളുടെയും ബാധ്യതയാണ്. കാരണം ഇത് ഓടാൻ പറയുമ്പോൾ ഓടിപ്പോകാനുള്ളതല്ല. കാരണം എന്നെയും നിങ്ങളെയും രാജ്യസ്നേഹം പഠിപ്പിച്ചതാരെന്നറിയോ? എന്നെയും നിങ്ങളെയും രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ഉള്ളിൽ നിൽക്കണമെന്ന് പറഞ്ഞതാരെന്നറിയോ? ഹബീബുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറയുമ്പോഴും മടങ്ങണം ഒരു വട്ടം അല്ലാഹുവിന്റെ റസൂലിലേക്ക്. ലോകത്തെ ഏറ്റവും വലിയ രാജ്യസ്നേഹിയായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഖുറൈശികളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ
തന്റെ നുബുവത്തിന്റെ കാലഘട്ടത്തിന്റെ ആരംഭം മുതൽ ശത്രു സൈന്യങ്ങളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ മക്കയിൽ നിന്ന് നിർബന്ധിതനായി മദീനയിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. പോകുമ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ ഒരിക്കലും സന്തോഷത്തോടു കൂടിയല്ല ഹബീബായ തങ്ങൾ മടങ്ങിയത്. ഒരിക്കലും ആശ്വാസത്തോടു കൂടിയല്ല, രക്ഷപ്പെട്ടു പോകാമെന്നുള്ള ആശ്വാസത്തോടു കൂടിയല്ല പോയത്. മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് മദീനയിലേക്ക് പോകുമ്പോ തിരിഞ്ഞു നോന്നുകൊണ്ട് കഅബയോട് ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഅബാലയമേ, ഏ മക്ക പട്ടണമേ, ഞാൻ നിർബന്ധിത അവസ്ഥയിൽ പോകുന്നതാണ്, മനഃപൂർവ്വമോ ആഗ്രഹമോ ഉണ്ടായിട്ട് പോകുന്നതല്ല. മക്കാ പട്ടണമേ, നിങ്ങളെ വിട്ടുപിരിയാനായിട്ട് എന്റെ കൽബൊരിക്കലും എന്നെ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ നിർബന്ധ സാഹചര്യത്തിൽ എനിക്ക് പോകാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് കഅബാലയത്തിലേക്കും തിരിഞ്ഞും പിരിഞ്ഞും വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് അത്രയും നാൾ തന്നെ ഉപദ്രവിച്ച, തന്നെ വേദനിപ്പിച്ച ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുപോലും കഴുത്തിൽ ചാർത്തിയിട്ട് പോലും സർവത്ര തെമ്മാടിത്തരത്തിന്റെ ഏറ്റവും വലിയ ആഭാസ നൃത്തം ചവിട്ടിയിട്ടും മക്കയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ ജന്മനാടേ, എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്നും മക്കേ, നീ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിതുമ്പിക്കൊണ്ടാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് മദീനയിലേക്ക് പലായനം ചെയ്തതെങ്കിൽ മദീനയിൽ ചെല്ലുമ്പോൾ മക്കയിലുള്ള മുഹാജിരീങ്ങളായ സ്വഹാബാക്കൾ ചില ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മക്കയിൽ നിന്ന് മടങ്ങി മദീനയിലേക്ക് വരുമ്പോ ഐഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് വന്ന് ചോദിക്കും മുഹാജിരീങ്ങളായ സ്വഹാബത്തിനോട്, എങ്ങനെയുണ്ട് എന്റെ മക്ക, എങ്ങനെയുണ്ട് എന്റെ മക്കയുടെ താഴ്വാരം, എന്റെ മക്കയുടെ വിശേഷങ്ങൾ എന്താ? അതിന്റെ ഭൂപ്രദേശങ്ങളും അതിന്റെ പൂന്തോട്ടങ്ങളും അതിന്റെ ചാരിതാർത്ഥ്യങ്ങളും അതിന്റെ സവിശേഷതകളും ഒക്കെ പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് വിതുമ്പും, കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകും. അള്ളാഹുവിന്റെ റസൂൽ പറയും അവരോട്, മതി 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 മതി, നിർത്ത് നിർത്ത്, എന്നെ ദുഃഖിപ്പിക്കല്ലേ, മക്കയുടെ കാര്യം പറഞ്ഞ് എന്നെ പ്രയാസപ്പെടുത്തല്ലേ, എനിക്ക് കാണാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് സ്വരാജ്യ സ്നേഹത്തിന്റെ തന്റെ ജന്മനാടിനെ ഇത്രയേറെ പ്രേമിച്ച ഒരു മനുഷ്യൻ ചരിത്രത്തിൽ എവിടെയും കാണാൻ പറ്റിയില്ല എങ്കിൽ ആ റസൂലുള്ളാഹിന്റെ പിൻഗാമികളായ, ആ റസൂലുള്ളാഹിന്റെ അനുയായികളായ ഈ മുസ്ലിം ഉമ്മത്തിനോടാണോ വർത്തമാന കാലഘട്ടത്തിന്റെ രാജ്യം എന്താണെന്ന് പോലും അറിയാത്ത ചില ആളുകൾ വന്നുകൊണ്ട് രാജ്യസ്നേഹം പഠിപ്പിക്കുക? എന്ത് വിരോധാഭാസമാണ് പ്രിയപ്പെട്ടവരെ! എന്ത് റോളാണ് ഇവരെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവർ ഉണ്ടാക്കി വെച്ച എന്ത് റോളാണ്? ഒരവകാശവുമില്ല. മഹാത്മാഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ആർ അംബേദ്കറും ഒക്കെ മുന്നിൽ വന്നപ്പോ അതിന്റെ കൂടെ ചുവട് പിടിക്കാൻ എന്ന് ആരെന്നറിയോ? അവരൊക്കെ സംസാരത്തിലും ആശയം കൊണ്ടും മുന്നിട്ട് വന്നപ്പോ ചോര അങ്ങട്ടിറ്റിച്ച് വീട്ടിട്ട് ഷഹീദാവാൻ വേണ്ടി വെമ്പൽ കൊണ്ടുവന്നത് അത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്, അത് ആലി മുസ്ലിയാരാണ്, അത് ആലി സഹോദരന്മാരാണ്, അത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. ഇസ്ലാമിന്റെ പഞ്ചനാളങ്ങളിൽ നിങ്ങൾ നോക്ക്, ഇവരുടെ പേരുകളൊക്കെ പറയുമ്പോഴും ഇന്നും സംഘപരിവാരത്തിന്റെ അടിവേരുകൾ വിറയ്ക്കുന്നുവെങ്കിൽ വർത്തമാന കാലഘട്ടത്തിന്റെ 2025 വിദ്യാഭ്യാസ മേഖലയിലെ ആളുകൾ കൊണ്ടുവന്ന പരിഷ്കാരത്തിന്റെ മുന്നിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മുന്നിൽ മുസ്ലിം സമുദായത്തിന്റെ ആളുകളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങളായ ടിപ്പു സുൽത്താൻ അടക്കമുള്ള, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള, ആലി മുസ്ലിയാക്കന്മാരടക്കമുള്ള, ആലി സഹോദരന്മാരടക്കമുള്ള ഈ സമരയുഗത്തിൽ പങ്കെടുത്ത മഹാരഥന്മാരെ പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റുമെങ്കിൽ ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ അജണ്ടയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ നെഞ്ചിൽ വിരിച്ചുകൊണ്ട് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് നേടിത്തന്ന ആളുകൾ കേവലം ഇത് ബഹുസ്വരതയുടെ രാജ്യം തന്നെയാണ്, ഇത് മതനിരപേക്ഷതയുടെ നാട് തന്നെയാണ്, ഇത് ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ നാട് തന്നെയാണ്. നാനാത്വത്തിൽ ഏകത്തിന്റെ എല്ലാവരും സമ്മേളിച്ച് നിൽക്കുന്ന ഇതുപോലൊരു ഭരണഘടനയുള്ള, ഇതുപോലെ സ്വാതന്ത്ര്യമുള്ള, ഇതുപോലെ സംരക്ഷണമുള്ള, ഇതുപോലെ അഭിമാനമുള്ള ഒരു മണ്ണ് വേറെ എവിടെയുമില്ല. സൗദി അറേബ്യയിൽ പോലുമില്ല. സ്വതന്ത്രമായിട്ട് തന്റെ അഭിപ്രായങ്ങൾ പറയാൻ, സ്വതന്ത്രമായിട്ട് തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ, സ്വതന്ത്രമായിട്ട് തന്റെ ആശയങ്ങൾ പങ്കുവെക്കാൻ ഇത്രയും ഫ്രീഡമുള്ള ഒരു രാജ്യം വേറെ ഇല്ല. ബഹദൂർ ഷാ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് നാട് കടത്തിയപ്പോ കേൾക്കണം നിങ്ങൾ ചില ചരിത്രങ്ങൾ, കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവർ ചില ചരിത്രങ്ങൾ. ബഹദൂർ ഷായെ തന്റെ രാജ്യത്തിൽ നിന്ന് നാട് കടത്താൻ വേണ്ടി ബ്രിട്ടീഷ് സൈന്യം മുന്നിട്ട് വന്നുകൊണ്ട്
തന്നെ നാട് കടത്തിയപ്പോൾ പോകുന്ന വഴിയിൽ തറയിൽ നിന്നൊരു പിടി മണ്ണ് വാരിയെടുത്ത് സഞ്ചിയിലിട്ടു. ചോദിച്ചു ബഹദൂർ ഷായോട്, എന്തുകൊണ്ടേ നിങ്ങൾ ഇങ്ങനെ മണ്ണ് വാരി നിങ്ങളുടെ സഞ്ചിക്കുള്ളിൽ ഇടുന്നുവെന്ന് ചോദിച്ചപ്പോ, ഞാൻ പോകുന്ന രാജ്യത്തായിരിക്കുമല്ലോ എന്നെ കബറടക്കപ്പെടുക. എന്നെ കബറടക്കപ്പെടുമ്പോ എന്റെ കവിളിന്റെ താഴെ വെക്കേണ്ടത് എന്റെ രാജ്യത്തിന്റെ മണ്ണാകണം, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണാകണം. അത് ആ രാജ്യത്തിന്റെ മണ്ണാവാൻ പാടില്ല. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കൊണ്ട് പൊറുതുമുട്ടിയപ്പോൾ കേണൽ ഹംഫ്രി എന്ന് പറയുന്നവൻ കുറെ മുസ്ലിമീങ്ങളെ കൂട്ടുപിടിച്ചു. അതെവിടെയും അങ്ങനെയാണല്ലോ, ഇവിടെയും അങ്ങനെയാണല്ലോ. നിഫാഖിന്റെ കാപട്യത്തിന്റെ ഏറ്റവും വലിയ ആളുകൾ ഈ സമുദായത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സമുദായം ഇങ്ങനെ തമ്മിലടിച്ചും കല്ലിക്കടിച്ചും നിൽക്കുന്നത്. അന്നും ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരന്മാരുടെ കൂടെ ചാരപ്പണിക്ക് നിൽക്കാൻ. അങ്ങനെ ചാരപ്പണിക്ക് നിന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന മഹാനായ പോരാളിയുടെ ധീരദേശാഭിമാനിയുടെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം അറിയണം, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഇന്നത്തെ ഈ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നാം പറയേണ്ട പേരുകളാണ് അവർ. ആലി മുസ്ലിയാർ ഒരു പണ്ഡിതനാണ്, ഒരു ആലിമാണ്. അവരൊക്കെ എല്ലാ ദിവസവും ഹജ്ജ് ഓതുന്നവരാണ്. അവരൊക്കെ രക്ഷബന്ധിയ ത്വരീഖത്തിന്റെ ഏറ്റവും വലിയ വില്ലാളി വീരന്മാരായ വിജുഡീശ്വരായ, കേവലം സമരപ്പന്തൽ പോയി കേവലം കാനാട്ട് യുദ്ധം നടത്തുന്ന ആളുകളല്ല. 5 വഖത്ത് പള്ളി നിസ്കരിക്കുന്ന നല്ല ഈമാനുള്ള തഖ്വയുള്ള അല്ലാഹുവിനെ പേടിയുള്ളവരാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോട് കേണൽ ഹംഫ്രി പറഞ്ഞു, ഏ വാര്യംകുന്ന, നിന്നെ മക്കയിലേക്ക് ഞങ്ങൾ പറഞ്ഞേക്കാം. നിന്റെ മുഹമ്മദിന്റെ, നിന്റെ പ്രവാചകന്റെ ജന്മം കൊണ്ട മക്കയിലേക്ക് നിന്നെ പറഞ്ഞു വിടാൻ നിന്നെ, നീ ഇവിടെ നിന്ന് ഒഴിവായി പോണമെന്ന് പറയും. ശല്യം സഹിക്കാൻ വയ്യ. വർത്തമാന കാലഘട്ടത്തിൽ നമ്മളോടാണ് പറഞ്ഞെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ വിസ എടുത്ത് പോകും. നമ്മൾ ആഗ്രഹിക്കുന്ന മണ്ണാണ് മക്ക, ഒന്ന് മരിച്ചു വീഴാൻ അല്ലേ. എന്നാൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാരനായ കേണൽ ഹംഫ്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, കൊള്ളാം, നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ വാക്ക് കേൾക്കാൻ, നിങ്ങളുടെ ചതി കേൾക്കാൻ കൊള്ളാം. എന്നാൽ നിങ്ങൾ കേട്ടോ, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അവസാനത്തെ ബൂട്ട് വിടന്ന് പോയിട്ടല്ലാതെ മക്കേന്റെ ഇഷ്ടപ്പെട്ട രാജ്യം തന്നെയാണ്, എന്റെ ഹബീബിന്റെ നാട് തന്നെയാണ്. പക്ഷേ വാര്യംകുന്നതിന് മരണമുണ്ടെങ്കിൽ, വാര്യംകുന്നതിനൊരു ഖബറിന്റെ അടിത്തട്ടിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ 6 അടി മണ്ണിൽ തന്നെ പോകും ഞാൻ. അല്ലാതെ നിങ്ങളുടെ ഈ കവനാട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞുവെങ്കിൽ, സഹോദരങ്ങളെ, വർത്തമാന കാലഘട്ടത്തിന്റെ ചില ആളുകൾ പറയുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉള്ളിലുള്ള മുസ്ലിമീങ്ങൾ പാകിസ്ഥാൻകാരല്ല, അവർ ബംഗ്ലാദേശുകാരല്ല. ബംഗ്ലാദേശുകാരാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ അടിച്ചു പൊളിച്ചത് 1500ഓളം പേരുടെ വീടുകളാണെന്ന് ഓർക്കണം, അവിടുത്തെ പള്ളികളാണെന്ന് ഓർക്കണം, അവിടുത്തെ കെട്ടിടങ്ങളാണെന്ന് ഓർക്കണം. വർഷങ്ങളോളം കൊണ്ടുവന്ന തന്റെ വീടുകൾ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞു വെച്ചു, നിങ്ങളുടെ ചതിവോ നിങ്ങളുടെ ഒളിവോ നിങ്ങളുടെ തരികടയോ ഈ വാര്യംകുന്നന്റെ മുന്നിൽ നടക്കില്ല. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, നിങ്ങൾക്ക് എന്നെ വധിക്കാം. തന്റെ ഇരുകയും പുറക്ക് കെട്ടി, തന്റെ കണ്ണ് പൂട്ടിക്കെട്ടിയിട്ട് വെടിവെക്കാൻ കൊണ്ടുപോയി മുട്ടുകുത്തിയപ്പോ വാര്യംകുന്നം പറഞ്ഞു, എനിക്കൊരു സഹായം നിങ്ങൾ ചെയ്യണം. എനിക്കൊരു അവസാനം ഒരു വലിയൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഈ രാജ്യത്ത് ഞാൻ മരിച്ചു വീഴാൻ പോവുകയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഈ നാട് ഷഹീദാവാൻ പോവുകയാണ്. എന്നാൽ നിങ്ങൾ കേട്ടോ, എനിക്ക് 2 റക്അത്ത് ശുക്റിന്റെ നിസ്കാരം നിസ്കരിക്കണം കേട്ടോ. എനിക്ക് 2 റക്അത്ത് ഒന്ന് നിസ്കരിക്കണം. എന്തിന്? എന്റെ രാജ്യത്ത് കൊല്ലപ്പെടുമ്പോ അല്ലാഹുവിന് നന്ദി അർപ്പിക്കാൻ. കൊല്ലണ്ട എന്നല്ല, ഞാൻ മക്കയിൽ പൊയ്ക്കൊള്ളാമെന്നല്ല, എന്നെ മുട്ടുകുത്തിയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കണം, എന്റെ കണ്ണഴിക്കണം, എന്റെ കൈയുടെ കെട്ടഴിക്കണം. നിങ്ങൾ പുറകെ നിന്ന് തലയ്ക്ക് വെടിവെച്ചാണ് കൊല്ലുന്നതെങ്കിൽ അത് വേണ്ട. വാര്യംകുന്നന് ഭയമില്ല. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മുന്നിൽ നിങ്ങൾ വരണം. ഞാൻ 2 റക്അത്ത് നിസ്കാരം നീട്ടിക്കൊണ്ടുപോകില്ല. വളരെ ലഘുവായി, വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ ഇഖ്ലാസ് സൂറത്ത് നിസ്കരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് കേവലം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ബ്രിട്ടീഷുകാര പട്ടാളത്തിന്റെ മുന്നിൽ തന്റെ നെഞ്ചം കാണിച്ചു വെച്ചു കൊടുത്തുവെങ്കിൽ അതിനേക്കാൾ വലിയ വില്ലാളി വീരൻ ഈ രാജ്യത്ത് വേറെ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? ആരുണ്ട്? ആലി മുസ്ലിയാർ പള്ളിയുടെ മുകളിലിരിക്കുകയാണ്, പണ്ഡിതനാണ്, ആലിമാണ്. പള്ളിയുടെ മുകളിൽ തന്റെ മട്ടുപ്പാവിൽ നിസ്കാരത്തിരിക്കുമ്പോൾ ബ്രിട്ടീഷ് പട്ടാളം വളഞ്ഞു, കൊന്നുകളയുമെന്ന് പറഞ്ഞു, ഇറങ്ങി വരാൻ പറഞ്ഞു. ആ സമയത്ത് ആലി മുസ്ലിയാർ റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ, എന്റെ റബ്ബിനെ റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഹദ്ദാദ് റാത്തീബ് ഒഴിക്കുകയാണ്. ആലി മുസ്ലിയാർ ചരിത്രത്തിന്റെ തങ്കലിപിയിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട പേര് ആലി മുസ്ലിയാർ.
അങ്ങനെ കിടക്കുമ്പോൾ ആലി മുസ്ലിയാരോട് പറഞ്ഞു, ഇറങ്ങി വന്നില്ല എങ്കിൽ കേണലന്മാരും ബ്രിട്ടീഷ് പട്ടാളവും തന്റെ പീരങ്കികളെ സർവായുധ സജ്ജരായ സർവ്വതും കൊണ്ട് ആ പള്ളിയുടെ ചുറ്റും മുറ്റത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ഇറങ്ങി വന്നില്ലെങ്കിൽ നിങ്ങളെ പള്ളി ഞങ്ങൾ തകർക്കും. പള്ളി തകർക്കും എന്ന് പറയുമ്പോ എന്റെ ശരീരത്തിന് കേട് പറ്റിയാലും എന്റെ പള്ളിക്ക് കേട് പറ്റരുത് എന്ന് പറഞ്ഞ് ഇറങ്ങിച്ചെന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നടുവേ ഇറങ്ങിപ്പോയെങ്കിൽ ഇവരെ പോലെ ചരിത്രത്തിൽ ധീരദേശാഭിമാനികളായി ചരിത്രം പഠിക്കാൻ വേറെ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതൊക്കെ എടുത്തു കളയുന്ന എന്തെന്നറിയോ? നമ്മുടെ മക്കൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ വീരേതിഹാസം രചിച്ച മറ്റുള്ള ആളുകളുടെ ചരിത്രത്തിൽ പറയാനില്ല. ക്രിസ്ത്യാനികളുടെ പേര് നന്നേ കുറവ്. കാരണം ബ്രിട്ടീഷ് പട്ടാളം ഇവിടെ വന്നതിന്റെ ലക്ഷ്യം അവർ മിഷണറീസ് ആയിരുന്നു, അവർ ക്രിസ്ത്യാനികളായിരുന്നു. അവരുടെ മതത്തിന്റെ പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ ആവിർഭാവം കൂടി അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു, കച്ചവടം മാത്രമല്ലായിരുന്നു. അത് കണ്ട് മനസ്സിലാക്കിയ ഈ ബ്രിട്ടീഷ് സമുദായത്തിന്റെ കൂടെ കൂട്ടുനിൽക്കാൻ അന്നത്തെ കാലഘട്ടത്തെ ക്രൈസ്തവർ തയ്യാറായെങ്കിൽ അന്നത്തെ സംഘപരിവാരത്തിന്റെ നേതാവായ സാക്ഷാൽ ഗോൾവാക്കർ പറഞ്ഞത്, വെറുതെ യുദ്ധത്തിന് പോവണ്ട, മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും തമ്മിലടിപ്പിക്കുന്ന പണി ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് മുസ്ലിമീങ്ങൾ എവിടെ പോകട്ടെ, പാകിസ്ഥാനിൽ പോകട്ടെ, ഹിന്ദുക്കൾ ഇന്ത്യയിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ആദ്യ പ്രസ്താവന ഇറക്കിയത് ഈ സംഘപരിവാരത്തിന്റെ നേതാവാണെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞത് മുസ്ലിമാണ്, ആലി മുസ്ലിയാരാണ്, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾക്കറിയില്ല, നമ്മുടെ പിള്ളേർക്കറിയില്ല, ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അറിയില്ല. അതൊക്കെ പറയുമ്പോൾ നമ്മൾ കേവലം ഒരു വാള് കേട്ട് മരവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും പഠിക്കേണ്ടതുണ്ട്, നമ്മൾ ധൈര്യം കൊള്ളേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു പ്രസ്താവന ഇറങ്ങുമ്പോൾ എന്നാ പിന്നെ പാകിസ്ഥാൻ ചില ആൾക്കാരാണ്, നമ്മുടെ പാകിസ്ഥാനിൽ ഇപ്പൊ അവിടെ ജീവിക്കാമല്ലോ എന്ന്. എവിടെ ജീവിക്കാൻ? പട്ടാള ഭരണത്തിന്റെ ഏറ്റവും വലിയ പിടിയിലകപ്പെട്ടുകൊണ്ട് നടക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ എവിടെയും കഴിയില്ല. നമ്മുടെ മണ്ണിലല്ലാതെ മരിക്കുമെങ്കിൽ ഈ മണ്ണിൽ ഷഹീദായി ഈമാനോടുകൂടി ആലി മുസ്ലിയാര്, ആലി സഹോദരന്മാർ ഷൗക്കത്താലിയും മുഹമ്മദ് ആലിയും രണ്ടുപേരുടെ അവരിൽ ഉമ്മ ഉണ്ട്, ബീഗം ഉമ്മ എന്ന് പറഞ്ഞൊരു ഉമ്മ, ഒരു പെണ്ണാണ്. ആലി മുസ്ലിയാരെയും ഷൗക്കത്താലി മുസ്ലിയാരെയും ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോ ഉമ്മക്ക് കത്തെഴുതി, ഉമ്മ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തവരാ രണ്ടുപേരും. ഉമ്മാടെ മാല വിറ്റ്, ഉമ്മാടെ പൊന്ന് വിറ്റ്, ഉമ്മാടെ സ്വർണ്ണ നാണയങ്ങൾ വിറ്റ് ഞങ്ങളെ പഠിപ്പിച്ചു വലുതാക്കിയതാണ് ഉമ്മ, ഞങ്ങളെ നന്നാക്കിയതാണ് ഉമ്മ. ഇന്ന് ഞങ്ങൾ ജയിലിലാണ് ഉമ്മ, ഞങ്ങൾക്ക് ജയിലിലായാൽ ദുഃഖമില്ല ഉമ്മ. ഞങ്ങളുടെ കൽബിന്റെ ഉള്ള ദുഃഖം എന്താണെന്നറിയോ ഉമ്മ? ഉമ്മയായ നിങ്ങൾ പ്രായമായിരിക്കുന്നു, നിങ്ങളുടെ കൈകൾക്ക് ബലക്ഷയമായി, നിങ്ങളുടെ കാലുകൾ തളർന്നിരിക്കുന്നു, നിങ്ങളുടെ ശരീരം ശോഷിച്ചിരിക്കുന്നു, വെള്ളം തരേണ്ട, ഭക്ഷണം തരേണ്ട ഞങ്ങൾ ഇന്ന് ജയിലിലാണ് ഉമ്മ. നാളെ അള്ളാന്റെ കോടതിയിൽ പോയാ അള്ളാന്റെ മുമ്പിൽ ഉമ്മാനെ നോക്കിയില്ല എന്ന് പറഞ്ഞത് സമാധാനം പറയേണ്ടി വരുമോ ഉമ്മ എന്ന് ചോദിക്കുമ്പോ ധീരദേശാഭിമാനിയായ വനിതയായ ബീഗം ഹസ്രത്ത് ഉമ്മ ഒരു മക്കൾക്ക് തിരിച്ചെഴുതുന്ന ഒരു കത്തുണ്ട്, ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വിക്കിപീഡിയ പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഇതൊക്കെ സഹോദരങ്ങളെ എഴുതുന്ന കത്തെന്നറിയോ? മക്കളെ, ബീഗം ഹസ്രത്ത് ഉമ്മ നിങ്ങളെ പെറ്റെന്തിനെന്നറിയോ? ഈ ബ്രിട്ടീഷ് പട്ടാളത്തോട് പൊരുതി മരിക്കാനാണ്. നിങ്ങളെ തൂക്കിക്കൊല്ലുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വെട്ടിക്കൊല്ലുന്നുണ്ടെങ്കിൽ ഈ ഉമ്മ അഭിമാനിക്കും. 2 ഷഹീദുകളുടെ ഉമ്മയാണെന്ന് ഞാൻ അഭിമാനിക്കും മക്കളെ. അതുകൊണ്ട് നിങ്ങൾ അടിപതരരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, തൂക്കുമരത്തിൽ കയറുക. സ്വന്തം പെങ്ങളെ കല്യാണമായി, മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്തിന്റെയും പെങ്ങളെ കല്യാണമായപ്പോ ഉമ്മക്ക് വീണ്ടും കത്തുമ്മ. പെങ്ങളെ കല്യാണമായി, ഉമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞങ്ങൾ നടത്തുമ്മ. ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി വെച്ചിട്ട് ഞങ്ങളെ ഉമ്മ പെങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വരട്ടെ ഉമ്മ എന്ന് പറഞ്ഞപ്പോ അടുത്ത കത്തിയെന്നു ബീഗം ഹസ്രത്തുമ്മാടെ. മക്കളെ, ഞാൻ വൃദ്ധയാണ്, ഞാൻ കഴിവില്ലാത്തവളാണ്, പക്ഷെ എന്റെ കൽബിന്റെ ഉള്ളിൽ ഈമാനുണ്ട്. എന്റെ മകൻ മൗലാന മുഹമ്മദ് അലി, എന്റെ മകൻ മൗലാന ഷൗക്കത്ത് അലി, ധീരേതിഹാസ വലിയ പണ്ഡിതന്മാർ. മക്കളെ, നിങ്ങളെങ്ങാനും എന്റെ അഭിമാനം കേടുവരുത്തിയിട്ട് ആ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മുന്നിൽ നിങ്ങളെങ്ങാനും മാപ്പ് പറഞ്ഞെങ്ങാനും എന്റെ മുന്നിൽ വന്നാൽ
എന്റെ കരം ബലിഷ്ഠമാണെങ്കിലും നിങ്ങളുടെ കഴുത്ത് ഞാൻ പിടിച്ച് ഞെരിക്കും, നിങ്ങളെ ഞാൻ കൊന്നുകളയും. അതുകൊണ്ട് ഒരുത്തന്റെ മുന്നിലും മാപ്പ് പറയരുത്. മരണം ഒന്നേ ഉള്ളൂ, അത് ഷഹീദായിട്ടാവണം മക്കളെ എന്ന് പറഞ്ഞ സ്വന്തം മക്കളെ ഇന്ത്യ മഹാരാജ്യത്തിന് സമ്മാനിച്ച ബീഗം ഹസ്രത്ത് ഉമ്മാനെ പോലെ ഏത് പെണ്ണുണ്ട് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ വായിക്കാൻ? ഇല്ല എന്നുള്ളതാണ്. ആ ഇന്ത്യക്കാരായ ഞാനും നിങ്ങളും 79ാമത് വർഷം ആഘോഷിക്കുമ്പോ ഇവിടെ പതാക ഉയർത്താൻ ഏറ്റവും അർഹർ നമ്മൾ തന്നെയാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയമുണ്ടോ? ഡൽഹിയിലെ ഇസ്ലാമാബാദ് പോലെയുള്ള മുസ്ലിം നാമങ്ങൾ പോലുള്ള പേരങ്ങട്ട് ബോർഡ് വെട്ടിമാറ്റിയിട്ട് വേറെ മതത്തിന്റെ ആക്കുകയാണ്. അങ്ങനെ 1000 ബോർഡുകൾ മാറ്റിയാലും 1000 കെട്ടിടങ്ങൾ തച്ചു തകർത്താലും വരും തലമുറ മരണം വരെ അവർ ഒരിക്കലും ഈ രാജ്യത്തെ മറക്കില്ല. കാരണം ഞങ്ങളുടെ മുൻഗാമികൾ അവർ ശുഹദാക്കളായി ഷഹീദുകളായി റബ്ബിനോടെടുത്ത് ദുആ ചെയ്ത് ചില ദുആകളുണ്ട്. ഈ രാജ്യത്തെ കാബാലികളുടെ കയ്യിൽ വിട്ടുകൊടുക്കരുത്, അല്ലാഹ് നഷ്ടപ്പെടൂല. അതുകൊണ്ട് ഞാനും നിങ്ങളെന്നല്ല ഈമാനുള്ളവരാവണം, രാജ്യസ്നേഹികളാകണം. നമ്മൾ രാജ്യദ്രോഹികളല്ല. മുസ്ലിമിനെ എവിടെ കണ്ടാലും വെട്ടണം, മുസ്ലിമിനെ എവിടെ കണ്ടാലും തട്ടണം എന്ന് പറയടക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെ നിങ്ങൾ നോക്ക്. നമ്മുടെ കോതമംഗലത്ത് മാതിരപ്പള്ളിയിൽ വിഷം കൊടുത്തൊരു ക്രിസ്ത്യാനി പെണ്ണൊരു മുസ്ലിമിനെ കൊന്നു. വലിയ ചർച്ചയായില്ല. അതിനുശേഷം സോന എന്നൊരു പെണ്ണ് ഷമീർ എന്നവന്റെ കൂടെ പ്രേമിച്ച് കള്ളുകൂടിയനും കഞ്ചാവടിക്കാനും തെമ്മാടിയും പെണ്ണുപിടിയനുമായ ഒരു ചെറുപ്പക്കാരനാണ് ഷമീർ. അവൻ വ്യഭിചാരത്തിന് പോയ വാർത്ത അറിഞ്ഞിട്ടും സോന എന്ന ഈ പാവപ്പെട്ട പെണ്ണ് അവന്റെ കൂടെ ജീവിക്കാൻ തയ്യാറായി. മതം മാറണമെന്ന് പറഞ്ഞു, മതപരിവർത്തനം. ഇസ്ലാമിൽ അതിനൊരു പങ്കില്ല കേട്ടോ. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഇന്നത്തെ വാർത്താ ചാനലുകൾ മുസ്ലിമീങ്ങൾ ഏറ്റവും ഉന്നതന്മാരാണെന്ന് നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചവരൊക്കെ ഇന്ന് തലതിരിഞ്ഞ ലവ് ജിഹാദിന്റെ പേരിൽ ഇസ്ലാമിനെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുമ്പോൾ വിശുദ്ധ ഇസ്ലാമിന് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, നമുക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഷമീർ എന്ന നെറികെട്ടവന്റെ നിലപാടിനോട് വിശുദ്ധ ഇസ്ലാമിന് ഒരു യോജിപ്പുമില്ല, ഒരു മുസ്ലിമിന് യോജിപ്പില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫീദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ഒരിക്കലും ദീനിൽ നിർബന്ധ പരിവർത്തനം ഇല്ല എന്ന് വിശുദ്ധമായ ഖുർആന്റെ ആപ്തവാക്യം അടിവരയിട്ടുകൊണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കൊല്ലങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഷമീർ എന്ന് പറയുന്ന മുസ്ലിം എന്നല്ല, നീ ഏത് പേരിട്ടവനും ഏത് പെണ്ണിനോടോ ആണിനോടോ പോയിട്ട് മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചാലും ഇസ്ലാമിനതൊരു പങ്കില്ല. ഒരൊറ്റ പണ്ഡിതന്മാരും ഒരൊറ്റ മുസ്ലിമും അതിനനുനയിപ്പിക്കുന്നില്ല. ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ വിഷയം. സോന എന്ന് പറഞ്ഞ പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ അത് ലവ് ജിഹാദായി, ഇസ്ലാമിന്റെ പ്രശ്നമായി. മുസ്ലിമീങ്ങൾ മുഴുവൻ ലവ് ജിഹാദിന്റെ ആളുകളായി പരസ്യ പ്രഖ്യാപനം നടത്തി വാർത്താ ചാനൽ കയറി മെഴുകുമ്പോ പല വാർത്തകളും അസ്തമിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉള്ളിൽ ഇന്ത്യക്കാരനായിട്ട് തന്നെയാണ്. മക്കയെ നമുക്ക് ഇഷ്ടമാണ്, മദീന നമ്മുടെ ഹബീബിന്റെ നാട് തന്നെയാണ്. സൗദി അറേബ്യയിലും അതുപോലുള്ള അറബ് രാജ്യങ്ങളൊക്കെ നമ്മുടെ മതത്തിന്റെയൊക്കെ ഉൾക്കൊള്ളുന്ന സത്യസന്ധമായ രാജ്യങ്ങൾ തന്നെ ആയിരിക്കവേ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ നാം കൊടുക്കേണ്ടത് ഇന്ത്യക്കാരനായിട്ട് തന്നെയാണ്. സൗദി അറേബ്യയിൽ പോയാലും ഇന്ത്യൻ എന്നാണ് നമ്മുടെ പേരിന്റെ നേരെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഈമാനോടുകൂടി ജീവിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നുറക്കാമി പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നടക്കുമ്പോ ഗസയെ പോലെ ആസാമും ഗസയെ പോലെ ബീഹാറും ഗസയെ പോലെ ഉത്തർപ്രദേശുമാകുമ്പോ സഹോദരങ്ങളെ, ആയിരങ്ങൾ മരണപ്പെട്ടു വീണാലും എന്ത് സംഭവിച്ചാലും ഇന്ത്യ മഹാരാജ്യത്തിന്റെ അല്ലെ ഗസയിലെ മക്കൾ ഇസ്രായേലിന്റെ ബോംബുകൾ മുഴുവനും വീണപ്പോ ഞങ്ങൾ പിടിച്ചടക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരിക്കാൻ കിടക്കുന്ന മക്കൾ പറയാണ്, ഞങ്ങൾ ഇവിടം വിട്ടെവിടെയും പോവില്ല. അതാണ് രാജ്യസ്നേഹം. നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾക്കും ആ ദീനീ ബോധം, ആ ഒരു ഈമാൻ, ആ ഒരു യഖീൻ അല്ലാഹു നൽകട്ടെ എന്ന ചെറിയ പ്രാർത്ഥനയോടെ